ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് ചോട്ടൂനെയാണ്. പെരുന്നാൾ പ്രമാണിച്ചിട്ട് പെരുന്നാളിൻ്റെ തലേത്തെ ദിവസം ചോട്ടൂനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വെയിലെല്ലാം കൊണ്ടിട്ടൊന്ന് സ്വയം ഒന്ന് ഉണക്കുന്നതാണ് ചോട്ടു അവിടെ നിന്ന്. അപ്പോൾ പിന്നെ നമുക്കിവിടെ ശനിയാഴ്ചയാണ് പെരുന്നാൾ. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ദിവസം ഒന്ന് ഡിമാർട്ടിൽ പോയിട്ടുണ്ട് ഞാനും കുട്ടികളും. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിമാർട്ടിലോട്ട് പോയി. ഡിമാർട്ടിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള സാധനമൊന്നും കിട്ടിയിട്ടില്ല, വിചാരിച്ചതൊന്നും കിട്ടിയിട്ടില്ല. അവിടുന്ന് പിന്നെ കുറച്ച് 2 ബെഡ്ഷീറ്റും തലാണിൻ്റെ കവറും ഫേസ് ടവലും അങ്ങനെയെല്ലാം വാങ്ങിയിട്ട് അവിടുന്ന് ഞാനും കുട്ടികളും പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും അധികം വാങ്ങേണ്ടി വന്നിട്ടില്ല. കാരണം കുറച്ച് ദിവസം മുന്നേ ഞാൻ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനം നിറച്ചിട്ടുണ്ടേനു. അങ്ങനെ അവിടെ പോയി എനിക്ക് വീട്ടിൽ നിന്നിടുന്ന ഒരു ചെരുപ്പ് വാങ്ങണേനു, അതും മറന്നു പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം പോയപ്പോൾ. പിന്നെ പോയവരാണ് വീട്ടിൽ നിന്ന് ഇടാണ്ട് ഒരു ചെരുപ്പ് വാങ്ങിയത്. അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എടുത്ത വീഡിയോ, 3 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. കാരണം ഷോപ്പിംഗ് മോളെ ഡ്രസ്സ് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അത് ഞാൻ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി പോയിട്ടാണ് മോളെ ഡ്രസ്സ് വാങ്ങിയിട്ട് വന്നത്. അങ്ങനെ അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്ന് പിന്നെ വൈകുന്നേരമായി നോമ്പൊക്കെ തുറന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഷോപ്പിംഗ് മോളുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ, അവിടെ പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് നോക്കാൻ. അപ്പോൾ അവിടെ സുഡിയോ മാക്സും ഒക്കെ ഉണ്ട്, റിലയൻസ് എല്ലാം ഉണ്ട്. എന്തായാലും ഒന്ന് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടല്ലോ അവിടെ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനുള്ള ഡ്രസ്സ് കിട്ടി. പിന്നെ മോനിക്ക് മറ്റേ കന്തൂര ആ ഡ്രസ്സില്ലേ, ഫുൾ ജുബ്ബ ഉള്ളത്, ഫുൾ ലെങ്ത്തിലുള്ളത്. അപ്പോൾ മോനിക്ക് അതാ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം. പിന്നെ മോക്കൊരു വെസ്റ്റേൺ ഡ്രസ്സുമാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നു, വീട്ടിലെത്തി. പിന്നെ അന്ന് രാത്രി തന്നെ ഞാനും മോനും കൂടിയിട്ട് മോൻ്റെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിന്. അപ്പോൾ ഈ കോഫി കളറാണ് മോൻ്റെത്. അത് എൻ്റെ പെങ്ങളെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ മോൻ്റെ ഡ്രസ്സുമായി. പിന്നെ ഈ പോക്ക് പോകുന്നത് മോളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മോൾക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. എല്ലാ വർഷവും ലാസ്റ്റ് ഓളെ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ഉണ്ടാവുക. ചില സമയം ജീൻസ് കിട്ടൂല, ജീൻസിൽ സൈസ് കിട്ടൂല, അങ്ങനത്തെ എല്ലാം പ്രോബ്ലംസാണ് അനുമോളോട് ഉണ്ടാവൽ. അപ്പോൾ ഞാനും മോനും കൂടിയാണ് പോയത്. അന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടൊന്നും കാത്തു നിന്നിട്ടില്ല. ഞാനിവിടെ എല്ലാം അന്ന് സാൻഡ്വിച്ചിൻ്റെ മസാലയെല്ലാം സെറ്റാക്കി വെച്ചു. അങ്ങനെ ഞാനും മോനും കൂടി അസ്ർ നിസ്കാരവും കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ അടുത്താണ് എൻ്റെ ഏട്ടൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനോട് നമുക്ക് അവിടെ പോയിട്ട് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞതേനു. അവിടെ പോയിട്ട് നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എനിക്കറിയാം കുറച്ച് സമയം കൊണ്ടൊന്നും ഇത് കിട്ടൂല, അനുമോള ഡ്രസ്സ് കിട്ടൂല. അങ്ങനെ നമ്മൾ വണ്ടി ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന, അതിൻ്റെ ഉള്ളിൽ വണ്ടിയൊന്നും കൊണ്ടുപോകാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ നമ്മൾ അസ്റും നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. പോയി കുറച്ച് 2-3 ഷോപ്പിൽ കയറി ഇറങ്ങുമ്പോഴേക്കും മഗ്‌രിബിൻ്റെ സമയമായിന്. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ അന്ന് ഇവിടെ ഈ ബജാറിൽ നിന്ന് തന്നെ നമ്മൾ നോമ്പ് തുറന്ന് കുറച്ച് സ്നാക്സ് വാങ്ങി, 2 ഐറ്റംസ് സ്നാക്സ് വാങ്ങി. ഞാൻ പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഈത്തപ്പഴവും വെള്ളമെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നോമ്പെല്ലാം തുറന്ന് പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഇവിടത്തേക്ക് തന്നെ പിന്നെയും വന്നു. ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട്. ഇതൊരു വലിയൊരു ബജാറാണ്. കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു ഫുൾ ഏരിയ ഉണ്ടാവും അങ്ങനത്തെ ഷോപ്പിംഗ് ആക്കേണ്ട സ്ഥലം. മഗ്‌രിബിൻ്റെ സമയത്ത് അവിടെ അധികം തിരക്കുണ്ടായിട്ടില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കാല് കുത്താൻ പറ്റാണ്ടായി. പിന്നെ അത്ര തിരക്കുള്ളവരെ എനിക്കും ഇങ്ങനെ പറ്റൂല അതിൽ കൂടി നടക്കാനൊന്നും. അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞു വേറൊരു സ്ഥലമുണ്ട്, കൗസർ ബാഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും അതിൻ്റെ നടുക്ക് വേറെ ഒരു ഷോപ്പിൽ പോയി. അവിടുന്ന് മോക്ക് ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഒന്നും പറ്റുന്നില്ല. ഒന്നാമത് സൈസിലും കുറച്ച് പ്രോബ്ലം വരും. നമുക്ക് ചെറിയ സൈസാണ് വേണ്ടത്. അങ്ങനെ ഇത് അങ്ങ് മുതൽ ഇങ്ങത്തോളുള്ള തിരക്കാണ്. കുറച്ചൊന്നല്ല ആൾക്കാർ. ഒന്നാമത് പിന്നെ പെരുന്നാളിൻ്റെ തലേന്നായത്. അവിടെ പറയുന്നുണ്ട് പെരുന്നാളിൻ്റെ തലേന്നല്ലേ രാത്രി ലേറ്റായിട്ട് 2 മണിക്കുള്ള ആൾക്കാർ ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ അവിടുന്ന് ഒരു ലേഡി പറഞ്ഞതാണ് ലേറ്റായിട്ട് വന്നാൽ മതി, അപ്പോൾ അവർ കിട്ടിയ വിലക്ക് കൊടുത്തിട്ട് അവർക്ക് പിറ്റേന്ന് പെരുന്നാളാണല്ലോ, അപ്പോൾ അതുവരെ ഉള്ള കച്ചവടമൊന്നും അവർ നോക്കൂല. അതുവരെ വാങ്ങിയ പൈസക്കൊന്നും കാത്തിക്കൂല, അവരെ സ്റ്റോക്ക് തീർക്കണമല്ലോ. അങ്ങനെ ചെറിയ പൈസക്കല്ലേ ഇവിടെ സാധനം കിട്ടൂ. ഞങ്ങളെല്ലാം ദൂരെ നിന്ന് വരും ഇങ്ങോട്ടേക്ക് ഷോപ്പിങ്ങിന്, 12 മണി 1 മണിക്കൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാനും മോനും നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു ലേഡി കണ്ടിട്ട് വർത്താനം പറഞ്ഞതേനു. അങ്ങനെ അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അവിടുന്ന് പിന്നെ നമ്മൾ കൗസർ ബാഗിലേക്ക് വന്ന് ഇവിടെ നല്ല നല്ല ഡ്രസ്സെല്ലാം ഉണ്ടേനു, മോൾക്ക് പറ്റിയ സൈസെല്ലാം ഉണ്ടേനു. പക്ഷെ ഇതൊന്നും എൻ്റെ മോൾക്ക് പറ്റുന്നില്ല. എനിക്കില്ലൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിരുന്നു, ഓഫ് വൈറ്റിലുള്ള ത്രെഡ് വർക്കുള്ളത്. ഒക്കെ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാവേണ്ട. നമ്മളാരും അങ്ങനെ ഹെവി ഡ്രസ്സൊന്നും ഇടില്ല. ഞാൻ അധികം കോട്ടണിലാണ് വാങ്ങുക. മോളായാലും ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, 1200 അങ്ങനെ എന്തെങ്കിലും അവിടെ എഴുതി വെച്ചത്. അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുത്തിട്ട് മോൾക്ക് അയച്ചു കൊടുത്തതേനു, ഇത് എടുക്കട്ടേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല മോൾക്ക്. അപ്പോൾ അങ്ങനെ അതും വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട്. അവിടെ ബുർക്കുണ്ട്, മെഹന്തി ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ ഒരു സൈഡിലുണ്ടാവും. എല്ലാ സാധനവും എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ബെഡ്ഷീറ്റ് ഉണ്ടാവും, ഫാൻസി ഐറ്റംസ് ഉണ്ടാവും, ചെരുപ്പ്, എന്തും ഒരു സ്ഥലത്ത് പോയാൽ എല്ലാം കിട്ടും. ഇത് നമ്മൾ നോക്കുന്നത് തന്നെ 9 മണി എന്തെങ്കിലും ആയിന്. പിന്നെ അത് തറാവി ഉണ്ടാവില്ലല്ലോ, കാരണം പെരുന്നാളിൻ്റെ തലേന്ന് രാത്രിയല്ലേ. അപ്പോൾ പിന്നെ സമാധാനത്തിൽ മോനും ഒന്നും പറയാണ്ട് കൂടെ വന്ന്. അപ്പോൾ അവിടെ ബുർക്കയെല്ലാം ഉണ്ട്, നല്ല അടിപൊളി ഡെയിലി വെയറിൻ്റെ ബുർക്കയെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഇങ്ങനെ നോക്കുന്നതിനു. അപ്പം അന്ന് ഒരുപാട് നടന്നിന്, കുറേ പറഞ്ഞാൽ കുറേ തന്നെ, അതെല്ലാ വർഷവും ഉള്ളതാണ്. ഈ ബുർക്ക എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ത്രെഡ് വർക്കാണെങ്കിലും ഞാൻ വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ അത് മറ്റേ ഇങ്ങനെ ഒട്ടിക്കുന്ന ഒരു സാധനമില്ല, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന മിന്നുന്ന, അതാണത്. അപ്പോൾ എനിക്കവിടെ ടോപ്പുകളെല്ലാം കുറേ ഇഷ്ടപ്പെട്ടിന്. പക്ഷെ ഞാൻ വാങ്ങിയില്ല, കാരണം എൻ്റെ ഡ്രസ്സായിന്, മോൻ്റെതും ആയിന്, എൻ്റെ ഹസ്ബൻഡിൻ്റെതും ആയിന്, പിന്നെ മോൾക്കേ വാങ്ങണ്ടുള്ളൂ. അപ്പോൾ അവിടെ ഷോപ്പിംഗ് ആക്കാൻ വരുന്ന അമ്മമാർക്ക് ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ മക്കൾക്ക് വേണ്ടിയിട്ട് കളിക്കേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അവിടെ. ഇതൊരു വലിയൊരു ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിലാണ് ഈ ഷോപ്പുകൾ ഇടുക. അവർ എല്ലാ വർഷവും ഉണ്ടാവും. നോമ്പിന് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, എല്ലാം എന്താ വേണ്ട അവിടെ കിട്ടും. അപ്പോൾ നോക്കിയിട്ടൊന്നും അവിടെയും ഒന്നും സെറ്റായിട്ടില്ല. ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനുള്ളത്. ഇതിന് ഇങ്ങോട്ടേക്ക് പോവും, മനസ്സിലുള്ള ഐഡിയ ഉള്ള സ്ഥലത്തൊക്കെ പോയി, പക്ഷെ എവിടെയൊന്നും കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. പ്രൈസും അങ്ങനെ കുറേയൊന്നും ഇല്ല, ഒരുപാട് പ്രൈസൊന്നുമില്ല. മറ്റേ പാകിസ്ഥാനി ഡ്രസ്സല്ല 1000 1100 എല്ലാം റേറ്റിലാണ് ഉള്ളത്. നല്ല നല്ല തുണിയുമാണ്. പക്ഷെ എനിക്ക് വാങ്ങണം എന്ന് വിചാരിച്ചാലും മോളതാവാത്തതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് ശ്രദ്ധയില്ല. ഞാനിങ്ങനെ മോൾക്ക് ഡ്രസ്സ് നോക്കി പിന്നെ സെയിലുണ്ടായിരുന്നു ലാസ്റ്റ് ഡ്രസ്സ്. അവർ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട്, ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് അവർ സെയിലിൽ കുറേ ടോപ്പെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല നല്ല ടോപ്പെല്ലാം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം നാളത്തെ കാര്യങ്ങൾ ചിന്തിക്കാനേ. അതെല്ലാം വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നുള്ളത്. പക്ഷെ എത്ര ലേറ്റായാലും ഞാൻ വിചാരിക്കുന്ന പെരുന്നാളിൻ്റെ പുലരുന്ന ഒരാൾക്കാർ ബജാറിലുണ്ടാവും. ഞാൻ ആകെ നോമ്പായിട്ട് പുറത്തിറങ്ങിയതാണ് ലാസ്റ്റത്തെ ആ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. ആ 2 ദിവസമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, നോമ്പായിട്ട് റമദാൻ മാസം തുടങ്ങിയിട്ട്. പുറത്തിറങ്ങാൻ മടിയാ. അപ്പം ഇങ്ങനെ ഓരോന്ന് നോക്കി നടക്കും. നല്ല ഗൗണെല്ലാം ഉണ്ടേനു അവിടെ, പക്ഷേ ഹാഫ് സ്ലീവാണ്. നാട്ടിലെ പോലെ 3/4 സ്ലീവ് കിട്ടൂല, ഹാഫാണ്. പിന്നെ ഇവിടെയല്ല എങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടാവും അറിയാവോ, അധികം ഇങ്ങനെ മിന്നിത്തിളങ്ങണ ഡ്രസ്സ് ഉണ്ടാവില്ലേ, ഒരുപാട് വർക്കും അങ്ങനത്തെ എല്ലാം ഉള്ളത്. അങ്ങനത്തെ ഡ്രസ്സാണ് ഇവിടെ ഏറ്റവും കൂടുതലുണ്ടാവുക. അങ്ങനെ പിന്നെ നടന്ന് ഒരു സ്ഥലത്ത് തന്നെ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ നടന്നിട്ടുണ്ട്. ഒരിക്കൽ നടക്കുമ്പോൾ വീഡിയോ എടുത്ത് പിന്നത്തെ പ്രാവശ്യം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ഫോൺ ബാഗിൽ വെച്ച് പിന്നെ വെറും ഡ്രസ്സ് നോക്കലായി. പാകിസ്ഥാനി മോഡലെല്ലാം അവിടെ ഒരുപാടുണ്ട്, നല്ല നല്ല ഡ്രസ്സുണ്ട്, നല്ല ക്ലോത്ത് എല്ലാം. അങ്ങനെ അവിടുത്തത് ഏകദേശം നമ്മൾ ലാസ്റ്റ് പിന്നെ ഒരു ഷോപ്പിലെത്തി. ഞാൻ മോനോട് ചോദിച്ചു, മോന് പറഞ്ഞു അത് നല്ലതുണ്ട്, ഒരു വെസ്റ്റേൺ ഡ്രസ്സിനു. അങ്ങനെ പിന്നെ മോളോടും ചോദിച്ച്, അത് ഓക്കെ പറഞ്ഞ്. അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ എന്നാലും അത് വാങ്ങി പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി. പിന്നെ അതുമെല്ലാം വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കൊരു അവസ്ഥയായിന്. ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയിട്ട് വീട്ടിലെത്തിയതൊരു വല്ലാത്തൊരവസ്ഥയിലേന്, കാലും കൈയും ഒക്കെ വേദന എടുക്കണ്ടേനു. അങ്ങനെ വീട്ടിലെത്തി. ചോട്ടു അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇശാ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മൈലാഞ്ചി ഇടാൻ ഇരിക്കലായി. പിന്നെ ഞാൻ ഈ
ഒട്ടിക്കുന്നത് കണ്ട കയ്യിൽ ഒട്ടിക്കുന്നത് അതൊന്നും അവിടുന്ന് വാങ്ങി. അത് കണ്ടപ്പോൾ ഒന്ന് അവിടുന്ന് വാങ്ങി. പിന്നെ അല്ലാണ്ട് കുറേ സമയം ഇരിക്കാൻ പറ്റൂല. ഇതാകുമ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ. കയ്യിൽ ഒട്ടിക്കണമെന്ന് മെഹന്തി എല്ലടിക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം, അത്ര മതി. അങ്ങനെ അതും ആക്കി കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് ഉറങ്ങുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആകെ 1 മണിക്കൂറോ 2 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേഗം സുബഹിക്ക് എണീച്ച് സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പായസത്തിൻ്റെ സാധനങ്ങളാണ് ഇതെല്ലാം. ഡ്രൈ ഫ്രൂട്ട്സ് ബദാമും അണ്ടിപ്പരിപ്പും ഞാൻ രാത്രി തന്നെ പൊതിർത്തി വെക്കും. ഇളം ചൂടുവെള്ളമാക്കിയിട്ട് അതവിടെ പൊതിർത്തി വെച്ചിന്. പിസ്തയും പൊതിർത്തി വെക്കേണ്ടതാണ്, പക്ഷെ അത് മറന്നുപോയി. അപ്പോൾ 4 ലിറ്റർ പാലിലാണ്. ഇത് എരുമ പാലാണ് കേട്ടോ, പശുവിൻ പാലല്ല, നല്ല കട്ടിയുള്ള പാലാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പണി ഇതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കല. പിന്നെ ഖജൂർ കണ്ട മറ്റേ നമ്മുടെ എന്താ കാരക്ക, അത് മിക്സറിലൊന്ന് പൊടിച്ചെടുക്കും. അത് കഷ്ണാക്കിയിട്ടിടൂല, അത് പൊടിച്ചെടുക്കും. അത് ഓപ്ഷണലാണ്. ഇടയ്ക്കിടയ്ക്ക് ആക്കും, ഇടയ്ക്കിടയ്ക്ക് ആക്കൂല. അപ്പോൾ ഞാനെല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ടെല്ലാം മുറിച്ചിടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം. രാവിലത്തെ പണി ഇതാ. അപ്പം അതിൻ്റെ നടുക്ക് ഇട്ട മൈലാഞ്ചി കുറച്ച് കളറെല്ലാം വന്നിട്ടുണ്ട്. വിചാരിച്ച പോലെയൊന്നും ഡിസൈനൊന്നും ആക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പായസത്തിന് വേണ്ടുന്നില്ല അവിടെ എല്ലാം മുറിച്ച് സെറ്റാക്കി. ബദാമും അണ്ടിപ്പരിപ്പും ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് എല്ലാം മുറിച്ചിട്ടത്. അതാകുമ്പോൾ വലിയ പണിയില്ല, ബദാമിൻ്റെ തൊലിയൊക്കെ കളയണ്ടേ. അങ്ങനെ അത് മുറിച്ചിട്ട് പിന്നെ ഒരു 3/4 ഭാഗമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ നാഷ്ടക്കുള്ളത് നോക്കുന്നതിനു. ചിക്കൻ ഇങ്ങനെ ഉണ്ടായിരുന്നു തലേന്ന് വാങ്ങി വെച്ചത്, മസാല പുരട്ടി വെച്ചത്. അപ്പോൾ ചിക്കൻ കറിയും വേഗം പുട്ടുമാക്കി. അങ്ങനെ പെരുന്നാൾ പള്ളിക്കെല്ലാം പോയി. പെരുന്നാൾ പള്ളിയെല്ലാം കഴിഞ്ഞ് വന്ന് അതിന് ശേഷം പിന്നെ പായസം ഉണ്ടാക്കിയത്. അതിന് ശേഷം ഞാൻ നാഷ്ടയും കഴിച്ചത്. നാഷ്ട കഴിച്ച് പിന്നെ പായസം ഉണ്ടാക്കാൻ പോയി. പിന്നെ ഇവിടെ 2 പേരുണ്ടല്ലോ, ഒന്ന് ലാലു ഒന്ന് ചോട്ടു. ഇവർക്ക് അന്നത്തെ ദിവസം ഫുൾ ഉറക്കം തന്നെയാണ്. ഫുൾ എന്താവശ്യത്തിന് ഇവർ ഉറങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫുൾ ടൈം ഉറക്കം തന്നെ. 2 ആൾ, ഒരാളെ നോക്കറ മുഖം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളൂ ലാലുവിൻ്റെ സൈഡിൽ. അങ്ങനെ സേമി പായസം ഉണ്ടാക്കി. ഇവിടെ ഷിർക്കുറുമാന്നാണ് പറയുക കേട്ടോ, അതുകൊണ്ട് അത് വന്നു പോയി കിടക്ക് വായിന്ന്. പിന്നെ മോള് പായസം കുടിക്കൂല, അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക ചെയ്തത്. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് തേച്ച് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, ഗാരേജിലുള്ള അവർക്ക് കൊടുത്തു വിടണം, അതിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മളെ ഗാരേജിലുള്ള കുട്ടിക്ക് അവർക്ക് ഡബ്ബ കൊടുക്കും. അങ്ങനെ അതിനും വേണ്ടിയിട്ടാണ് ഇത്ര അധികം ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് പൊരിച്ച്. അങ്ങനെ ബിരിയാണിയും പായസവും ചിക്കൻ ഫ്രൈയും എല്ലാം ആയി, എല്ലാം സെറ്റാക്കി. പിന്നെ അതിൻ്റെ നടുക്ക് കുറേ ചോട്ടുവിൻ്റെ കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് വന്നാലും അന്നത്തെ ദിവസം അവർ ഉറങ്ങിയ പോലെ വേറെ ഉറങ്ങിയിട്ടേ ഇല്ല. ഫുൾ ടൈം ഉറക്ക്, എന്തെല്ലോ പൊസിഷനിലാണ് ഉറങ്ങുന്നത്. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പിന്നെ പായസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഷിർക്കുറുമ. പിന്നെ നമ്മൾ വേഗം തന്നെ അന്ന് ഫുഡ് കഴിച്ച് ഞാനങ്ങ് ഉറങ്ങീന്. എൻ്റെ മോളും ഹസ്ബൻഡും അവർക്കൊന്ന് പുറത്ത് പോകേണ്ടതായിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. മോന് പിന്നെ വീട്ടിലുണ്ടായിട്ടില്ല, മോന് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഫുൾ ടൈം. ഫുഡ് കഴിച്ച് പോയതാണ് മോന്. അപ്പം നല്ല ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഫ്രൂട്ട് സാലഡും സേമിയ പായസവും തൈരും അച്ചാറും എല്ലാം ഉണ്ട്. അപ്പം നല്ല അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഇക്കൊല്ലത്തെ നോമ്പ് പെരുന്നാളും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, ബായ്.